ഹായ് എവരി വൺ, ട്രാവൽ പ്ലാനറ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇന്ന് നമ്മളിവിടെ ചെയ്യുകയാണ്. ഞാൻ ജെ കെ സാർ, അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ആൽട്രിൻ ദേവ്. അപ്പോൾ നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിവിടെ നിൽക്കുന്നത് ഇടപ്പള്ളിയിലുള്ള ലുലു മാളിലാണ്. ഇന്ത്യ ചരിത്രത്തിൽ 1885 പ്രാധാന്യം നിങ്ങൾക്കറിയാം. അലൻ ഒക്ടാവിയൻ ഹ്യൂം അഥവാ എ.ഒ. ഹ്യൂം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം കൂടെയുണ്ട്. അദ്ദേഹം ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ഹീ ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി. അദ്ദേഹം ഇന്ത്യയെമ്പാടും സഞ്ചരിക്കുകയും ഇന്ത്യയിൽ ബേർഡ്സിനെ കുറിച്ച് പല പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തു. പക്ഷിശാസ്ത്രം ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഓർണിത്തോളജി എന്നാണ്. ഓർണിസ് എന്ന് പറയുന്ന വാക്കിനർത്ഥം പക്ഷികളെന്നാണ്. ലോജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ്. ഓർണിത്തോളജി സ്റ്റഡി ഓഫ് ബേർഡ്സ്. നമ്മളിന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷി സങ്കേതത്തിലോട്ടാണ്. ആ പക്ഷി സങ്കേതത്തിൻ്റെ പേര് തട്ടേക്കാടെന്നാണ്. തട്ടേക്കാട് നെയിം ചെയ്തിരിക്കുന്നത് ഡോക്ടർ സലീം അലിയുടെ പേരിലാണ്. ഡോക്ടർ സലീം അലി അറിയപ്പെടുന്നത് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾക്ക് തട്ടേക്കാടേക്ക്, അതിന് സബർബനായിട്ടുള്ള റീജിയനിലോട്ട് നമ്മൾക്കൊരു യാത്ര പോകാം. ഈ യാത്ര പ്രധാനമായിട്ടും ഒരു 2 day 1 night പ്രോഗ്രാമാണ്. നമ്മളോടൊപ്പം ഇന്ന് യാത്ര ചെയ്യുന്നത് KCB ഉദ്യോഗസ്ഥനായിട്ടുള്ള രാജീവാണ്. ഷൈൻ സാർ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹം ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ കേരള മാർട്ടിൻ്റെ CEO ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മൾ ഇന്നത്തെ തട്ടേക്കാട് എക്സ്പെഡീഷനിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു 2 day 1 night പ്രോഗ്രാമാണ്. ഇതിൽ ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം നമ്മൾ ലുലു മാളിൽ നിന്ന് ആരംഭിച്ചിട്ട് നേരെ ആലുവ, പെരുമ്പാവൂർ, അതിനുശേഷം കോതമംഗലം, അതിനുശേഷം കീരാമ്പാറ ജംഗ്ഷൻ. കീരാമ്പാറ ജംഗ്ഷനിൽ നിന്ന് ഇടത്ത് വശത്തോട്ട് തിരിഞ്ഞിട്ട് ബോത്താങ്കട്ടിലോട്ട് എത്തിച്ചേരുന്നു. ബോത്താങ്കട്ടിൽ നമ്മുടെ അവിടെ ഡാം ഉണ്ട്. അതിനുശേഷം അവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തുന്നു. അപ്പോൾ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ് കേരളത്തിലെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അത് കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചിട്ട് നമ്മൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലോട്ട് കടക്കും. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിക്കുള്ളിൽ ജംഗിൾ ബേർഡ് ഹോം സ്റ്റേ റിസോർട്ട് ഉണ്ട്. അവിടെയാണ് നമ്മളുടെ സ്റ്റേ. ട്രാവൽ പ്ലാനറ്റിൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് തട്ടേക്കാടേക്ക് പോവാം. ഓക്കെ, കീരാമ്പാറ ഗ്രാമപഞ്ചായത്തിലോട്ട് എത്തി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഇരിക്കുന്നത് കീരാമ്പാറ ഗ്രാമപഞ്ചായത്തിലും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലും കൂടി ചേർന്നിട്ടാണ്. ഹായ് എവരി വൺ, നമ്മളിപ്പോൾ ബോത്താങ്കട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബോത്താങ്കട്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബോട്ട് ജെട്ടിയും മറ്റ് ആക്ടിവിറ്റീസും ഇവിടെയാണ് ഉള്ളത്. നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന
ഭൂവത്താൻകെട്ട് നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഭൂവത്താൻകെട്ട് ഡാം കണ്ടതിന് ശേഷമായിരിക്കും മറ്റ് ആക്ടിവിറ്റീസുമായിട്ട് നമ്മൾ ബോട്ട് കെട്ടിയിലും കയാക്കിങ് ബോട്ടിങ് നടക്കിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. ഓക്കെ. ഭൂവത്താൻകെട്ടിനെ കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. ഭൂതങ്ങൾ കെട്ടിയതാണ് ഭൂവത്താൻകെട്ട് എന്നാണ് പറയുക. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ 1341 പെരിയാറിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിലാണ് ഈ പറയുന്ന രണ്ട് സൈഡിലുള്ള മല ഇടിഞ്ഞാണ് ഇവിടെയുള്ള ഒരു പഴയ ഭൂവത്താൻകെട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭൂവത്താൻകെട്ട് പാലം, പുതിയ പാലം കടന്ന് ലെഫ്റ്റ് ചേർത്ത് വരുമ്പോൾ നമ്മൾ ഇവിടെ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും വിദേശികൾക്ക് 50 രൂപയുമാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. പ്രവേശന സമയം 9 മണി തുടങ്ങി 4 മണി വരെയാണ്. ഇപ്പോൾ കേരള വനം വകുപ്പ് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടില്ല. ഏകദേശം ജനുവരി 15 ശേഷം ആയിരിക്കും ഇവിടെ രണ്ടാമത് ഓപ്പൺ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് ബോട്ട് ജെട്ടിയിലോട്ടും മറ്റ് കയാക്കിംഗ് ആക്ടിവിറ്റീസിലോട്ടും പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഭൂവത്താൻകെട്ട് ബോട്ടിംഗ് ഏരിയയിൽ പ്രധാനമായിട്ടും എല്ലാ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസും ചെയ്യുന്നത് ഗ്രീനിക്സ് വില്ലേജ് എന്ന് പറയുന്ന ഒരു ടൂർ കമ്പനിയാണ്. അപ്പോൾ ആ ടൂർ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒഫീഷ്യലാണ് ജെറിൻ. അപ്പോൾ ജെറിൻ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ ആക്ടിവിറ്റീസ് ഉള്ളത്? നമുക്ക് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പ്രധാന ആകർഷണം ഭൂവത്താൻകെട്ടിലെ ബോട്ടിംഗ് തന്നെയാണ്. ഓക്കെ. നമ്മൾ പെരിയാറിലൂടെയുള്ള ഒരു യാത്ര, എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും നിയറസ്റ്റ് പെരിയാറിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഭൂവത്താൻകെട്ട് എന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു മാൻമെയ്ഡ് പോണ്ടിനകത്ത് ഏകദേശം 10 ഏക്കറോളം വരുന്ന ആ ഒരു കുളത്തിനുള്ളിൽ നമ്മൾ കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങൾ നമ്മളോട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഭൂവത്താൻകെട്ടിൽ എത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കാനായിട്ട് ലോ കോസ്റ്റിൽ തന്നെ നമ്മൾ അക്കോമഡേഷൻ യൂണിറ്റുകൾ 2 കോട്ടേജുകളും 2 ട്രീ ഹൗസുകളും ഉൾപ്പെടെ 4 യൂണിറ്റുകൾ നമ്മളിവിടെ തയ്യാറാക്കി. ഭൂവത്താൻകെട്ട് അണക്കെട്ട് രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നാച്ചുറലി ഒരു തടാകം രൂപപ്പെട്ടു. ആ തടാകത്തിൽ നമ്മളൊരു വാക്ക് വേ ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വാച്ച് ടവർ ഇവിടെ ഉണ്ട്. അത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇത് എൻ്റയർ ഏരിയയുടെ ഒരു ഏരിയൽ വ്യൂ നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ട്രീ ഹട്ട് ഉണ്ട്. അപ്പോൾ ആ ഹട്ടിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. കമോൺ.
in my head aren't shining no more. I don't know if I can do this anymore. If there is a ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ബോട്ടിംഗ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹട്ടിലൊക്കെ താമസിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിച്ച് രാവിലെ തന്നെ നിങ്ങൾക്ക് ബോട്ടിങ്ങിന് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇത് വലിയൊരു വന്യമൃഗ ഏരിയയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇടമലയാറ്, ഭൂത്താങ്കെട്ട്, ഇതേപോലെ തന്നെ പൂയംകുട്ടി, മാമലക്കണ്ടം. ഇതിനപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇടുക്കിയിൽ വരുന്ന മൂന്നാർ, അതോടൊപ്പം തന്നെ മാങ്കുളം, ആനക്കുളം തുടങ്ങിയിട്ടുള്ള ഷോളയാറ് തുടങ്ങിയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയാസ് ഇതിന് അഡ്ജോയിനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ വളരെയധികം കൂടുതൽ കാണപ്പെടുന്ന ഏരിയാസാണിത്. ഇടമലയാർ, പൂയംകുട്ടി നദികൾ വന്നു ചേരുന്നു. അതിൻ്റെ റൈറ്റ് സൈഡിൽ 2 മലകൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ പെരിയാർ. അപ്പോൾ ഇത്രയും നദികൾ ഇടമലയാറും വന്ന് പെരിയാറിലോട്ട് വന്ന് ചേരുന്ന സംഗമസ്ഥാനമാണിത്. മലയാറ്റൂരോട്ട് പോകുന്ന കനാലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ട് ഡ്രൈവ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് അവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുകയാണ്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ചോറുണ്ട്, അതോടൊപ്പം തന്നെ കേര മീൻ കറിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് എൻജോയ് ദ ഫുഡ്. ഓക്കെ, നമ്മൾ ഭൂത്താങ്കെട്ടിലെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പെഡൽ ബോട്ട്, കയാക്കിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിച്ചു. കേരളത്തിലെ ആദ്യത്തെ ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ്. 2012 പണിയെടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട് പോകാം. ഓക്കെ.